ഹലോ, RRB ഗ്രൂപ്പ് ഡിയുടെ വേക്കൻസീസ് ഇൻക്രീസ് ചെയ്ത് 58,000 പ്ലസ് ആയി എന്ന് പറയുന്ന ഒരു നോട്ടീസ് ഇന്നലെ മുതൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു നോട്ടീസ് കിട്ടിയതിന് ശേഷം നമ്മളോട് ചോദിച്ചു, ഇത് ട്രൂ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണോ അതോ ഫേക്ക് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണോ? കുറേ പേരുടെ മെസ്സേജസ് ഒക്കെ കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ മുതൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന നോട്ടീസ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. അപ്പോൾ ഇങ്ങനൊരു നോട്ടീസാണ് ഇന്നലെ മുതൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ നോട്ടീസിൽ പറയുന്നത് നോർമലി റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് CN നമ്പർ 08/2024, അതായത് ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ, അതിൻ്റെ വേക്കൻസിയെ പറ്റിയാണ് പറയുന്നത്. ഇനിഷ്യലി ഉണ്ടായിരുന്ന 32,000 പ്ലസ് വേക്കൻസീസ് ഇൻക്രീസ് ചെയ്ത്, അതായത് ഡിമാൻഡ് കൂടി, അതായത് ഒരുപാട് വേക്കൻസീസ്, ഒരുപാട് പോസ്റ്റുകൾ ഫില്ല് ചെയ്യാനുണ്ട് എന്നുള്ള ഡിമാൻഡിനനുസരിച്ചിട്ട് 58,242 വേക്കൻസീസ് ആയി എന്ന് പറയുന്ന ഒരു നോട്ടീസാണ് കാണുന്നത്. ഇത് ഒഫീഷ്യലി വന്നൊരു നോട്ടീസ് അല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞോട്ടെ. ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു നോട്ടീസ് അല്ല. പകരം ഇത് ഇനി വരുന്ന ദിവസങ്ങളിൽ RRBസിൻ്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുമെന്നാണ് വരുന്നത്. അപ്പോൾ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിതൊരു ജെനുവിൻ ഇൻഫോർമേഷൻ ആണോ എന്ന് പറയാൻ പറ്റൂ. മാത്രമല്ല ഇതിൻ്റെ പല ഭാഗങ്ങളിലും ഇതിൻ്റെ അറേഞ്ച്മെൻറ്റുകളും മറ്റും അത്രത്തോളം പ്രോപ്പറായിട്ടല്ല ചെയ്തിരിക്കുക. ഇവിടെ നമ്പേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നത് N കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറത്ത് വന്നിരിക്കുന്നു. ചില അറേഞ്ച്മെൻറ്റുകളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണോ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് കാണുന്നത്. എന്നിരുന്നാലും ഇത്രയും നമ്പർ ഓഫ് വേക്കൻസീസ് ഇൻക്രീസ് ചെയ്യുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അതായത് ഏകദേശം 60,000 പ്ലസ് വേക്കൻസീസ് എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് 32,000 വേക്കൻസിയിൽ നിന്ന് ഒരു 62,000 ഇരട്ടി വേക്കൻസീസ് എങ്കിലും ആകുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു 60,000 പ്ലസ് വേക്കൻസീസ് എങ്കിലും ആകുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ആ ഒരു നമ്പർ ഓഫ് വേക്കൻസീസ് കറന്റ് അവൈലബിൾ ആണ്. നേരത്തെ ഉള്ളൊരു നോട്ടീസിൽ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. ഇത്രയും വേക്കൻസീസ് ഉണ്ടെങ്കിൽ പോലും കറന്റ് വേക്കൻസീസ് കുറച്ചാണ് വിളിച്ചത്. അപ്പോൾ ഇത്രയും വലിയൊരു വേക്കൻസീസ് ഇൻക്രീസ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നിങ്ങൾ ഈ ഒരു നോട്ടീസ് കണ്ടിട്ട് ഇത് ജെനുവിൻ ആണ്, കറക്റ്റ് ആണെന്ന് ഇപ്പോഴേ ജഡ്ജ് ചെയ്യാനായിട്ടില്ല. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം മാത്രം നമുക്ക് തീരുമാനിക്കാം. പക്ഷേ നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെ സംബന്ധിച്ച് പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ നോട്ടീസിൽ വരുന്ന വേക്കൻസി 32,000 ആയിക്കോട്ടെ, 65,000 ആയിക്കോട്ടെ, 1,00,000 ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക. വേക്കൻസി കൂട്ടിയിട്ട് പഠിക്കാം അല്ലെങ്കിൽ വേക്കൻസി കൂടിയിട്ട് പഠിക്കാം എന്ന് ചിന്തിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ അവസാനം ഫെയിൽ ചെയ്യാൻ മാത്രമേ സാധ്യതയുള്ളൂ. എത്രയും നേരത്തെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഒരുപാട് പരീക്ഷകളാണ് വരുന്നത്. റെയിൽവേയുടെ NTPC, ഗ്രൂപ്പ് ഡി, അതുപോലെ തന്നെ ഇനിയുള്ള സമയങ്ങളിൽ ALP, ടെക്നീഷ്യൻ, RPF തുടങ്ങിയ പരീക്ഷകൾ അടുത്ത സീസണിൽ വരാനിരിക്കുന്നു. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങളെ ഇതൊന്നും ബാധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഒരു പാർട്ട് നിങ്ങൾ ക്ലിയർ ആക്കുക. ബാക്കി പാർട്ടുകൾ, വേക്കൻസി കാര്യങ്ങളെല്ലാം ഇൻ ദ മീൻ ടൈം ഇൻക്രീസ് ചെയ്തോളാം. അപ്പോൾ അതുപോലെ തന്നെ RRB ഗ്രൂപ്പ് ഡി എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കായിട്ട് ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകൾ അവൈലബിൾ ആണ്. RRB ഗ്രൂപ്പ് ഡിയുടെ ബാച്ചുകൾ അവൈലബിൾ ആണ്. ജസ്റ്റ് ക്ലാസ് സ്റ്റാർട്ടഡ് ആണ്. ദിശ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിൽ എൻറോൾ ചെയ്യാം. മാത്രമല്ല, എന്തെങ്കിലും സംശയമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ 2 നമ്പറിലും കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. കോൺടാക്ട് നമ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. മാത്രമല്ല, ദിശ അക്കാഡമിയുടെ 5 ഓഫ്ലൈൻ സെൻറ്റേഴ്സിലും RRB ഗ്രൂപ്പ് ഡി, NTPC പോലുള്ള പരീക്ഷകൾക്കും SSC പരീക്ഷകൾക്കും ഒക്കെ ആയിട്ടുള്ള ഓഫ്ലൈൻ ബാച്ചുകൾ പുതുതായിട്ട് ജസ്റ്റ് ഈ മാസം ആദ്യം തന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 5-ാം തീയതി വരുന്ന മൺഡേ ആണ് നമ്മുടെ കോഴിക്കോട്, അതുപോലെ തന്നെ തൃശ്ശൂർ ബ്രാഞ്ച്, പുതിയ ബ്രാഞ്ചാണ്. തൃശ്ശൂർ, കോഴിക്കോട് ബ്രാഞ്ചുകളിൽ പുതിയ ഓഫ്ലൈൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രിപ്പയർ ചെയ്യണം. വളരെ സീരിയസ് ആയിട്ട്, ജെന്യൂൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. എനിക്ക് കൃത്യമായൊരു ഗൈഡൻസ് വേണം, ഈ വർഷം തന്നെ എക്സാം ക്ലിയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ഓഫ്ലൈൻ സെൻറ്ററിലേക്ക് വരാം. നമ്മുടെ കൊട്ടാരക്കര, അതുപോലെ കൊല്ലം, ട്രിവാൻഡ്രം, ഈ 3 ബ്രാഞ്ചസിലും 2-ാം തീയതി യെസ്റ്റർഡേ ആണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിലേക്കും അഡ്മിഷൻസ് നടക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഓൺലൈൻ കോഴ്സുകളോ ഓഫ്ലൈൻ കോഴ്സുകളോ ഒക്കെ എടുത്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ താങ്ക് യു.